വാർ ടു വാർ ടുവിൻ്റെ ടീസർ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ജൂനിയർ NTRഉം ഹൃതിക് റോഷനും കിയാരയും വരുന്ന വാർ ടു പരിപാടി. ആക്ഷൻ നമ്മുടെ മുന്നത്തെ തന്നെ സെയിം പാറ്റേൺ ആണെന്ന് നമുക്ക് മനസ്സിലായി. അതിന് ട്രെയിലറാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് പരിപാടി എന്ന്. ഓക്കെ, ജൂനിയർ NTR എങ്ങനെ ഉണ്ട് നോക്കണം. ജൂനിയർ NTR റോഷൻ പിന്നെ പറയണ്ട, ജൂനിയർ NTR എങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണേ. मैं शपथ लेता हूं कि मैं अपना नाम, अपनी पहचान, स्क्रीन प्रेजेंस में പറയണ്ടല്ലോ, परिवार सब त्याग कर साया बन जाऊंगा. एक गुमनाम बेनाम अनजान साया. मैं शपथ लेता हूं मैं वो सब करूंगा जो कोई और नहीं कर सकता. जो जंग कोई नहीं लड़ सकता वो मैं लड़ूंगा. हर दोस्त, हर साथी, हर उस चेहरे से मुंह मोड़ लूंगा जिसे कभी प्यार किया, और पलट कर कभी पीछे नहीं देखूंगा. अच्छाई बुराई, सही गलत, पाप पुण्य की हर लकीर को मिटा दूंगा. मैं वो बलिदान दूंगा जिसका कोई गवाह नहीं होगा, जिसकी कीमत मैं अपनी जान से या फिर अपनी आत्मा से चुकाऊंगा. मैं इंसान नहीं, सिर्फ एक हथियार हूं. जंग का हथियार. या तो मारूंगा या फिर मरूंगा. Death before dishonor. Service before self. India first. India first. ആക്ഷൻസ് ആണ് കേട്ടോ. कर्मण्येवाधिकारस्ते मा फलेषु कदाचन. He is a soldier. You are a soldier. And this is war. അപ്പോ ഇത് രണ്ടാളും സോൾജിയർ ആണല്ലോ. രണ്ടാളും സോൾജിയറാണ്. NTRഉം അങ്ങനെയാണ് ട്രെയിലറിൽ പറയുന്നത്. മുന്നത്തേൽ പ്യുവർലി ഒരു വില്ലൻ ഗൈഡായിരുന്നു ജൂനിയർ NTRന്. ഇത്തവണ രണ്ടുപേർക്കും ഒരു തുല്യ ഒരു ഇത് കൊടുത്തിട്ടാണ് ട്രെയിലർ. ശ്രദ്ധിച്ചത് നിങ്ങൾ? ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നില്ല. എന്ത് ഒരു നായകൻ വില്ലൻ സങ്കല്പം ഉണ്ടെങ്കിൽ തന്നെയും രണ്ടാൾക്കും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് എല്ലാ സീൻസും അവർ കട്ട് ചെയ്ത് കയറ്റിയിരിക്കുന്നത്. ഇപ്പോൾ സ്ഥിരം നമ്മളുടെ വാറ് പത്താൻ ആ ഒരു പരിപാടികളൊക്കെ തന്നെയാണ്. ഇതിൽ എന്തെങ്കിലും യുണീക്നെസ് കൊണ്ടുവന്നാലാണ് ഈ YRF സ്പൈ യൂണിവേഴ്സിനെ കുറച്ചും കൂടി ഒന്ന് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. എക്സ്പാൻഡ് ചെയ്തിട്ട് കാര്യമുള്ളൂ. സ്ഥിരം പാറ്റേൺ സ്പൈ ത്രില്ലേഴ്സൊക്കെ ഏകദേശം ഇങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും എന്തെങ്കിലുമൊക്കെ ഒരു യുണീക്നെസ് കാര്യങ്ങളൊക്കെ വരണം. എന്നാലാണ് എല്ലാ പടങ്ങൾക്കും ഒരു വാല്യൂ ഉണ്ടാവും, ഒരു വാച്ച് ഒരു ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് നിൽക്കുള്ളൂ, യൂണീക്നെസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കാം. നമ്മളുടെ വാർ 1ൻ്റെ അതേ പാറ്റേണിലാണ് വാർ 2 എങ്കിൽ കുറച്ചും കൂടി പക്ഷെ പിന്നെ അടുത്തതിന് വെയിറ്റ് ചെയ്യാൻ ഒരു ഇത് വരും. ഞാൻ സ്ഥിരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, ക്യാരക്ടേഴ്സ് മാത്രമേ മാറുന്നുണ്ടാവുള്ളൂ എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ കഥയിലും എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഹൃതിക് റോഷൻ രക്ഷയില്ല, NTRഉം പൊളിയാണ്. ഓക്കെ, അപ്പോൾ വാർ 2 ഓഗസ്റ്റ് 14 വരും. കൂലിയാണ് ഇതിൻ്റെ കൂടെ
രണ്ടും കൂടി ക്ലാഷാണ്. എന്താവും നോക്കാം നമുക്ക്. കുലിയും ഇപ്പോൾ ലോകേഷ് പോയി കൊടുത്ത ഹൈപ്പൊക്കെ വെച്ച് കുറച്ച് അല്ല ഇൻ്റർവ്യൂവിലൊക്കെ കുറച്ച് ഹൈപ്പ് കയറി വരുന്നുണ്ട്. ലോ ഹൈപ്പിൽ എടുക്കുകയായിരുന്നു ഓൾറെഡി, ഇപ്പോൾ ഹൈപ്പ് കയറി വരുന്നുണ്ട്. ഇനിയുള്ള അപ്ഡേറ്റുകളുണ്ടല്ലോ, 15 തീയതിക്ക് മുന്നേ വരുന്ന അപ്ഡേറ്റുകൾ അനുസരിച്ചിരിക്കും ഇവർ തമ്മിലുള്ള ക്ലാഷ് എങ്ങനെയാവും എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ വാർ.